എന്താണ് നാസ് സ്റ്റോറേജ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ്. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഡിവൈസുകളാണെന്ന് വിചാരിക്കാം. മോഡം ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത് കൂടുന്നതാണ് എന്ത് പറയുന്നത്, ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാനിൽ ഇതെല്ലാം കൂടുന്നതാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മുടെ ഈ ഒരു മോഡത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ടെങ്കിൽ സ്വിച്ചിൽ നിന്ന് നേരെ ഈ ഒരു നാസ് സെർവറിലേക്ക് അറ്റാച്ച്ഡ് ആയിരിക്കും. അതായത് ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ തന്നെ ഇരിക്കുന്ന ഈ ഒരു നാസ് എന്ന് പറഞ്ഞ ആ ഒരു സെർവർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറേജ് ഈ ഒരു നമ്മുടെ നെറ്റ്വർക്കുമായിട്ട്, അതായത് നമ്മൾ ഇരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒന്നാണ് ഈ ഒരു നാസ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു കൂട്ടം ഹാർഡ് ഡിസ്കുകളായിരിക്കാം, സ്റ്റോറേജ് റൈഡ് ഉൾപ്പെടെയുള്ള സ്റ്റോറേജ് ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ ഡേറ്റാസും നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അതായത് നമുക്ക് എന്താ പറ്റുന്നത്, നോർമലി ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾ അതിൻ്റെ ഡേറ്റാസ് മുഴുവൻ സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും, നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടർ തന്നെയുള്ള ഹാർഡ് ഡിസ്കിലായിരിക്കും. അതായത് എല്ലായിടത്തിലും നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് എല്ലാത്തിലും സ്പേസ് ഉണ്ടാവും. മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ ഒരു സ്പേസ് ഉണ്ടാവും, അതായത് കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ സ്പേസ് ഉണ്ടാവും, അങ്ങനെ എല്ലാത്തിലും ഒരു സ്പേസ് ഉണ്ടാവും. പക്ഷേ നമുക്കിവിടെ നാസ് സ്റ്റോറേജ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എല്ലാത്തിനും നമ്മുടെ നെറ്റ്വർക്കിലുള്ള എല്ലാ സ്റ്റോറേജും നമുക്ക് ഈ ഒരു നാസിലോട്ട് സ്റ്റോർ ചെയ്യാം. അതായത് ഈ ഒരു സെർവറിൽ വരുന്ന ഹാർഡ് ഡിസ്കിലോട്ട് സ്റ്റോർ ചെയ്യാം. അതിനൊക്കെ നമുക്കൊരു ഷെയർഡ് ഫോൾഡർ പോലെ ഇതിനകത്ത് ഈ ഒരു നെറ്റ്വർക്കിൽ കാണുകയും നമുക്ക് ഈ ഒരു ഫോൾഡറിലോട്ട് അതെല്ലാം മൂവ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഈ ഒരു നാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മെഷീനിൽ, അതായത് ആ ഒരു സെർവർ, ആ ഒരു സ്റ്റോറേജ് മെഷീനിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിനകത്ത് എല്ലാ സ്റ്റോറേജും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എൻ്റെ ഗുണമെന്ന് വെച്ചാൽ അത്രയും കൂടുതൽ സ്റ്റോറേജ് ഇതിനകത്ത് ഉണ്ടാവും. നമ്മുടെ കമ്പ്യൂട്ടറിൽ ആയിരിക്കില്ല, ഇപ്പോൾ ഈവൻ നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒക്കെ നഷ്ടപ്പെട്ടാലും ഈ ഒരു നാസ് സ്റ്റോറേജിൽ നമുക്കത് എപ്പോഴും കിട്ടും. ആ ഒരു സ്റ്റോറേജ് എപ്പോഴും നമുക്കിവിടെ ഉണ്ടാവും. ആ ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഈ ഒരു നെറ്റ്വർക്കുമായിട്ട്, അതായത് നമ്മുടെ വീട്ടിലെ ആ ഒരു നെറ്റ്വർക്കുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. കേബിൾ വഴി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആയതുകൊണ്ടാണ് ഇതിനെ നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് അഥവാ നാസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാവും, നമ്മൾ പുറത്ത് പോയി എപ്പോഴും വീട്ടിലിരിക്കണമെന്നില്ല അല്ലെങ്കിൽ ഓഫീസിലിരിക്കണമെന്നില്ല, പുറത്ത് പോയാൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് റിമോട്ടിൽ ആക്സസ് ചെയ്യാൻ, നാസിൽ തന്നെ റിമോട്ടിൽ ആക്സസ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തു നിന്നും നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റോറേജിൽ വച്ചിരിക്കുന്ന ആ ഒരു സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ നമുക്ക് വീണ്ടും പുറത്ത് വന്നിട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കിയാലും ഇതിനകത്തോട്ട് ആക്സസ് കിട്ടും. നമുക്ക് അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാസിൽ കയറിയിട്ട് നമുക്ക് ആ ഒരു സ്റ്റോറേജ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പുറത്ത് നിന്നും, നമ്മുടെ വീടിന് അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് പുറത്ത്, വീടിന് ഓഫീസിന് പുറത്ത് നിന്നിട്ടാണെങ്കിലും നമുക്ക് ലോകത്ത് എവിടെ നിന്നിട്ടാണെങ്കിലും ഈ ഒരു നാസ് ആക്സസ് ചെയ്യാനായിട്ട്, റിമോട്ടിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു നാസ് ഡിവൈസ് എന്ന് പറയുന്നത്, നാസ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ പ്രൊഡക്റ്റിൽ ലിങ്ക് ടാഗ് ചെയ്തേക്കാം അതിൻ്റെ നാസിൻ്റെ. അപ്പോൾ നാസ് നിങ്ങളൊരു വലിയ വീടാണ്, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഇതുപോലെ സ്റ്റോറേജിൻ്റെ ഒരു വിഷയമൊക്കെ ഉണ്ടെങ്കിൽ നാസ് സെർവർ മേടിക്കാം. നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 11,000 രൂപ തുടങ്ങിയിട്ടൊക്കെ നാസ് സർവീസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. നോർമൽ സർവീസ്, അത് ഹോം യൂസിന് വേണ്ടിയിട്ടുള്ള നാസ് സർവീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സർവീസ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം സ്റ്റോറേജ് ചെയ്ത് ചെയ്യാം. അതായത് ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ വൺ ഡ്രൈവ്, ഗൂഗിൾ ഫോട്ടോസ്, അതിനകത്തൊക്കെ നമുക്കിപ്പോൾ കൂടുതലായിട്ട് അവർ പേയ്മെൻറ്റ് ആക്കുകയും അതുപോലെ തന്നെ ആ ഒരു സ്റ്റോറേജ് നഷ്ടപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റോറേജ് പെട്ടെന്ന് ഫില്ലായി പോകുക, അല്ലെങ്കിൽ ഒരുപാട് പൈസ അതിനുവേണ്ടി ചിലവാക്കേണ്ടി വരും, അങ്ങനെയൊക്കെ വേണ്ടത്. അപ്പോൾ അതേ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു നാസ് സെർവർ, ഒരു വീട്ടിൽ തന്നെ ഒരു സെർവർ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്റ്റോറേജ് ആ ഒരു നാസ് സ്റ്റോറേജിലോട്ട് വരികയും നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാം, എല്ലാ ഫയൽസും. കൂടുതലും ഇത് ഈ സ്റ്റുഡിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ നാസ് സർവീസ് അവർക്ക് മസ്റ്റായിട്ട് വേണം, നാസ് സ്റ്റോറേജ് മസ്റ്റായിട്ട് വേണം. കാരണം വെച്ചാൽ അവർക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ, ഇപ്പോൾ ഈ ഇരിക്കണൊക്കെ ഓരോരോ കമ്പ്യൂട്ടറിൽ ഓരോ ആൾക്കാരാണ് സ്റ്റുഡിയോയിലൊക്കെ ഇരിക്കണമെങ്കിൽ അവർ ഒരുപാട് ഫയൽ ഷെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഈ കമ്പ്യൂട്ടറിൽ വെച്ച് ആ ഒരു ബൾക്കായിട്ട് നിൽക്കണേക്കാൾ നല്ല അതെല്ലാം ഈ നാസ് സ്റ്റോറേജിലോട്ട്, ഈ ഒരു നാസിലോട്ട് ഇടുകയും ആ നാസിൽ നിന്നായിരിക്കും ഇവരെടുത്തെല്ലാം ഉപയോഗിക്കുന്നത്. അത് തന്നെ നാസിൽ റാഡ് ഫെസിലിറ്റിയുള്ള നാസുകളുണ്ട്, അതായത് ഒന്നിലധികം ഹാർഡ് ഡിസ്ക് ഉള്ളത്. അതൊക്കെ നമുക്ക് പഠിക്കാൻ നേരത്തെ, റാഡിനെ കുറിച്ച് പഠിക്കാൻ നേരത്തെ നമുക്കത് പഠിക്കാം. അപ്പോൾ ഇതാണ് ഒരു നാസ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. നാസ് സ്റ്റോറേജ് നമ്മുടെ വീട്ടിൽ നോർമലി ഒരു കോമൺ വീടുകളിൽ കാണാറില്ല അത്. എന്നാലും നമുക്കൊരു അത്യാവശ്യം ഒരുപാട് യൂസേജൊക്കെ ഉള്ള സ്ഥലം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റോറേജിൻ്റെ ആവശ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാസ് സ്റ്റോറേജ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓഫീസുകളിലും അതുപോലെ തന്നെ സ്റ്റുഡിയോ പോലുള്ള ഹെവി ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു നാസ് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ്, ഈ ഒരു നാസ് സ്റ്റോറേജ് എന്ന് പറയുന്ന നാസ് ഡിവൈസ്. അപ്പോൾ ഇതാണ് നാസ് എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ്.